വെച്ച് കളിക്കുന്ന ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. ഈ ബില്ലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇന്ന് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ നിയമനിർമ്മാണത്തിന്റെ പേര് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 എന്നാണ്. പണം വെച്ച് കളിക്കുന്ന ഗെയിമുകളെ പൂർണ്ണമായും നിരോധിക്കുകയും അതേസമയം ഇ സ്പോർട്സ്, നൈപുണ്യം അടിസ്ഥാനമാക്കിയുള്ള സാധാരണ ഓൺലൈൻ ഗെയിമുകൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓൺലൈൻ മണി ഗെയിം എന്നതിന് ബിൽ ഒരു പുതിയ നിർവചനം നൽകുന്നുണ്ട്. ഒരു ഉപഭോക്താവ് പണം നിക്ഷേപിച്ചോ പന്തയം വെച്ചോ ഒരു ഗെയിമിൽ പങ്കെടുക്കുകയും അതിലൂടെ പണം തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ ഗെയിമുകളിലും ഇത് ഉൾപ്പെടുന്നു. ഇത് ആ ഗെയിം നൈപുണ്യത്തിന്റെയോ ഭാഗത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ളതാണോ എന്നതിന് ആശ്രയിക്കുന്നില്ല. ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് നിയമലംഘകർക്ക് നൽകുന്ന കടുത്ത ശിക്ഷകളാണ്. നിയമം ലംഘിച്ച് പണം വെച്ചുള്ള ഗെയിമുകൾ നടത്തുന്നവർക്ക് 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിച്ചേക്കാം. ഇത്തരം ഗെയിമുകൾക്ക് പരസ്യം നൽകുന്നവർക്ക് 2 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. കളികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സഹായിച്ചതിൽ അവർക്ക് 3 വർഷം വരെ തടവും 1 കോടി രൂപയും വരെ പിഴയും ചുമത്തിയേക്കാം. ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ ഈ ഗെയിമും എല്ലാം ജാമ്യമില്ലാ വകുപ്പുകളായിരിക്കും. കൂടാതെ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ കൂടുതൽ കഠിനമായിരിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ചൂതാട്ടം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കും. ഇത്തരം ഗെയിമുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പൂർണ്ണമായും നിരോധിക്കപ്പെടും. പണം ഉപയോഗിച്ച് കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾക്ക് ബാങ്ക് വഴിയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ പണം കൈമാറാൻ സാധിക്കില്ല. രജിസ്റ്റർ ചെയ്യാത്തതോ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതോ ആയ ഏതൊരു ഓൺലൈൻ ഗെയിമും പ്ലാറ്റ്ഫോമിനെയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ലഭിക്കും. രജിസ്റ്റർ ചെയ്യാത്തതോ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതോ ആയ ഏതൊരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ലഭിക്കും. ഇതുവരെ കാര്യമായ നിയമപരമായ നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഓൺലൈൻ ഗെയിം വ്യവസായത്തെ പുതിയ നിയമം കർശനമായ ഒരു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരും. ഇത് ഈ മേഖലയെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കീഴിലാക്കും. അതേസമയം പണം ഉൾപ്പെടാത്തതും നൈപുണ്യം ആവശ്യമായതുമായ ഇ സ്പോർട്സ് പോലുള്ള ഗെയിമുകൾക്ക് ഈ ബിൽ കൂടുതൽ പ്രോത്സാഹനം നൽകും. പണം വെച്ച് കളിക്കുന്ന ഗെയിമുകൾക്ക് 28% GST വരുമാനത്തിന് 30% നികുതിയും ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ പുതിയ നിയമനിർമ്മാണം. ഇതിലൂടെ ഈ മേഖലയെ പൂർണ്ണമായും സർക്കാരിന്റെ നിരീക്ഷണത്തിൽ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ നീക്കം സാമ്പത്തികമായും സാമൂഹികമായും നിയമപരമായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പുതിയ നിയമം ഗെയിമിംഗ് കമ്പനികളുടെ വരുമാനത്തെയും പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കും. അതേസമയം നൈപുണ്യ ഗെയിമുകൾക്ക് ഇ സ്പോർട്സിനും ഇത് ഒരു പുതിയ വഴി തുറന്നേക്കാം. ഓൺലൈൻ ഗെയിമിംഗ് ആസക്തി, സാമ്പത്തിക തട്ടിപ്പുകൾ, കുട്ടികളിലും യുവാക്കളിലുമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാൻ ഈ നിയമം സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ ചൂതാട്ടത്തിനും വാതുവെപ്പിനും വ്യക്തമായ നിയമങ്ങളില്ലാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. പുതിയ ബില്ല് ഇതിനൊരു സ്ഥിരമായ പരിഹാരം നൽകും. എങ്കിലും നൈപുണ്യ ഗെയിമുകളും ചൂതാട്ടവും തമ്മിലുള്ള അതിർവരമ്പ് വ്യക്തമാക്കുന്നതിലും നിയമവിരുദ്ധ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി നിരോധിക്കുന്നതിലും സർക്കാരിന് വെല്ലുവിളികൾ നേരിട്ടേക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന മേഖലയായ ഓൺലൈൻ ഗെയിം വ്യവസായത്തിന് ഈ ബിൽ ഒരു നിയന്ത്രിത വളർച്ച നൽകുമെന്ന് പ്രതീക്ഷിക്കാം.